നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് 7ാം ദിവസം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടാട്ടനാണ്. എങ്ങനെയാണ് നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയും അതുപോലെ തന്നെ സമ്മാനവും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹരിഗോവിന്ദ് പാലക്കാട്. ഇന്നത്തെ സമ്മാനം പൈൻ പാൻ. നമ്മൾ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 പാവയ്ക്ക നമ്മൾ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പും മുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി കൂട്ടി തിരുമ്മി പാവയ്ക്ക റെഡിയാക്കി വയ്ക്കും. നമ്മൾ കുറച്ച് നേരം എടുത്ത് വെക്കണം നമുക്ക്, കാരണം നമുക്ക് ആ പാവയ്ക്കയുടെ കയ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ, നല്ല പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഓണക്കാലത്തൊക്കെ നമുക്ക് പാവയ്ക്ക കൊണ്ടാട്ടൻ സദ്യക്കൊക്കെ നല്ലൊരു വിഭവമാണത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി വെക്കണം. എന്തായാലും നമ്മൾ കയ്പ്പയ്ക്ക, മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ തിരുമ്മി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല മണം ഉണ്ട് കയ്പ്പയ്ക്കയുടെ ഒക്കെ. എന്താ രസം! ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓണക്കാലത്ത് നമുക്ക് ഈ കയ്പ്പയ്ക്ക കൊണ്ടാട്ടൻ സദ്യക്കൊക്കെ നല്ലൊരു വിഭവമാണത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി വെക്കുക. ഇനി ഇത് നമുക്കൊരു 10 ഒരു അരമണിക്കൂറെങ്കിലും മാക്സിമം നമുക്ക് അടച്ച് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ ഒന്ന് കയ്പ്പൊക്കെ ഒന്ന് റെഡിയായി കിട്ടട്ടെ, ഇതിൽ ഒക്കെ യോജിച്ച് കറക്റ്റാവട്ടെ. അപ്പോൾ കയ്പ്പൊക്കെ ഒന്ന് കുറയും. എന്നിട്ട് നമുക്കിതെങ്ങനെ വറുത്തെടുക്കണമെന്ന് നോക്കാം. പാവയ്ക്കൊക്കെ ഉപ്പ് പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. നമുക്ക് അടിപൊളി നല്ല പാവയ്ക്ക കൊണ്ടാട്ടനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സൂപ്പർ പാവയ്ക്ക കൊണ്ടാട്ടൻ. ഓണത്തിനൊക്കെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇനിയും ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് അത് മൂക്കട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാതെ. എന്തായാലും നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ പാവയ്ക്ക കൊണ്ടാട്ടനാണ്. ഇങ്ങനെ ഈ ഓണക്കാലത്ത് ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. സദ്യക്കൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു പാവയ്ക്ക കൊണ്ടാട്ടനാണ് ഇത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും നല്ലത് വരും. എല്ലാവരും കാണണം. എന്തായാലും ഇനിയും ഒരിക്കൽ കൂടി ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.